ഹായ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾക്ക് കുറച്ച് സ്പോക്കൺ ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ടെക്നിക്കുകൾ. പൊതുവെ സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയുമല്ലോ, ചോദ്യം ചോദിക്കലും അതിനുള്ള ഉത്തരമാണ്. കൺവെർസേഷൻ എന്നും ഡയലോഗ് എന്നൊക്കെ പറയുന്നത് എന്താണ് സത്യത്തിൽ? ചോദ്യം ചോദിക്കുക, അതിനുള്ള മറുപടി കറക്റ്റായിട്ട് പറയുക, കറക്റ്റായിട്ടുള്ള ചോദ്യം ചോദിക്കുക. അപ്പോൾ കറക്റ്റായിട്ടുള്ള സാന്ദർഭികമായിട്ട് ചോദ്യം ചോദിക്കാനുള്ള പ്രാപ്തി നമ്മൾക്ക് ഉണ്ടാവണം. സന്ദർഭത്തിനനുസരിച്ചിട്ട് ചോദിക്കണം, കറക്റ്റ് വെർബ് ഉണ്ടാവണം. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. എന്നാലും പലപ്പോഴും പലർക്കും ചോദ്യം ചോദിക്കുമ്പോൾ തെറ്റി പോവാറുണ്ട്. പക്ഷെ അത് പഠിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണെങ്കിലും ഗ്രാമറിലും ചെറിയ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളിലൊന്നും ചോദ്യത്തിൽ മിസ്റ്റേക്ക് ഉണ്ടാവാൻ പാടില്ല. അപ്പം നമ്മൾ 12 ടെൻസ് ഇതിൽ വെച്ചിട്ടാണല്ലോ നമ്മൾ ചോദ്യം ചോദിക്കുന്നത്. പ്രസൻറ്റിലെ 4, പാസ്റ്റിലെ 4, ഫ്യൂച്ചറിലെ 4. ഇതിൽ ആദ്യത്തെ ടെൻസിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി ചില അർത്ഥത്തിൽ വ്യത്യാസം വരുത്തി പറഞ്ഞു തരികയാണ്. അത് ഒരു മനസ്സിലാക്കി വെക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒരു ചോദ്യം ഒരാളോട് ചോദിക്കണം, ഇത് ഏത് ടെൻസിലാണ് വരിക എന്ന് നമുക്ക് അറിയണമല്ലോ. അത് അറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഡു ഉപയോഗിക്കേണ്ടടുത്ത് ആർ ഉപയോഗിക്കും, ആർ ഉപയോഗിക്കേണ്ടടുത്ത് ഹാവോ ഹാസോ ഉപയോഗിക്കും. അപ്പോൾ നിങ്ങൾക്കിത് കറക്റ്റായിട്ട് അറിയില്ലെങ്കിൽ കോൺഫിഡൻസ് ഉണ്ടാവില്ല. നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കണമെങ്കിൽ ഓരോന്നിലും ഇതാണ് അർത്ഥം എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് പഠിച്ചു വെക്കണമല്ലോ. അത് അറിയില്ലെങ്കിൽ അപ്പോൾ നമ്മൾ എന്താവും, ഈസ് ചോദിക്കേണ്ടടുത്ത് ഡു ചോദിക്കും, ഡു ചോദിക്കേണ്ടടുത്ത് ഹാവ് ചോദിക്കും. അപ്പോൾ നമ്മൾ ഒരാൾ ചായ കുടിക്കുന്നു, കഴിക്കുന്നു, പറയുന്നു, ഈ രീതിയിൽ ചെയ്യുന്ന ഒരു സംഭവത്തിനാണ്. ഒരാൾ ചായ കുടിക്കുമ്പോൾ നിങ്ങൾ ചായ കുടിക്കുന്നു എന്നാണ് ചോദിക്കേണ്ടതെങ്കിൽ അപ്പോൾ ഈ കുടിക്കുന്നു, പറയുന്നു, എഴുതുന്നു എന്നുള്ളത് ഏത് ടെൻസാണ് എന്ന് നമ്മൾ ആലോചിക്കണം. അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൂടുതൽ എഫേർട്ടിൻ്റെ ആവശ്യമില്ല. ഒരു വട്ടം പഠിച്ചു കഴിഞ്ഞാൽ, തറവായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ, അയ്യോ ഇവിടെ എന്താ ചോദിക്കേണ്ടത്, പറയുന്നത്, കേൾക്കുന്നത്, പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ സംശയം വരാൻ സാധ്യതയില്ല. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളെല്ലാവരും ആ അർത്ഥം ഓരോ ടെൻസിൻ്റെയും കറക്റ്റായിട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൂവും ഡസും മാറില്ല, ഈസും മാറില്ല, ഹാസും ഹാവും മാറില്ല. അത് ആ ടെൻസിൽ തന്നെ പഠിക്കണം. അതിൻ്റേതായിട്ടൊരു പ്രത്യേക ക്ലാസിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. അയ്യോ ഡൂവും ഡസും എപ്പോഴാണ് ഉപയോഗിക്കുക, ഈസും മാറും എപ്പോഴാണ് ഉപയോഗിക്കുക, പ്രസൻറ്റ് സിമ്പിളിൽ എങ്ങനെയാണ് ചോദ്യം. ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓരോ ടെൻസിൻ്റെയും മലയാളത്തിലുള്ള അർത്ഥം 2-3 അർത്ഥങ്ങളൊക്കെ ഉണ്ട് ഓരോ ടെൻസിനും. ചെറിയ ചെറിയ നേരിയ വ്യത്യാസമുള്ളൂ, പക്ഷെ ഉണ്ട്. അത് നമ്മൾ അതേപടി പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ചോദ്യം ചോദിക്കേണ്ട സമയത്ത് അയ്യോ ഇവിടെ ഡസ്സാണോ ഹേവാണോ എന്നൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല. എന്നാൽ നമുക്ക് ടെൻസിലേക്ക് വരാം. ടെൻസിനെ കൂടുതൽ പറഞ്ഞ് കോംപ്ലിക്കേറ്റ് ചെയ്യാതെ ആ ടെൻസിലുള്ള മലയാളത്തിലത്തെ പ്രോപ്പറായിട്ടുള്ള അർത്ഥം എന്താ അത് മനസ്സിലാക്കി വെക്കാനാണ്, നിങ്ങൾ മനസ്സിലാക്കി വെക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും പ്രസൻറ്റ് സിമ്പിളിൽ പറയുന്നത് എഴുതുന്നു, പറയുന്നു, കഴിക്കുന്നു, കുടിക്കുന്നു, പോകുന്നു എന്ന അർത്ഥത്തിലാണ്. ഇതല്ലാതെ അർത്ഥമുണ്ട്. ഈ അർത്ഥത്തിൽ നമ്മൾ പഠിച്ചു വെക്കുക. പിന്നെ നമ്മൾ വേറെയുള്ള ചോദ്യങ്ങളും ഇതിൽ ചോദിക്കാൻ കഴിയും. സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, ഹാബിച്വലായിട്ട് ചെയ്യുന്ന ഒരു കാര്യങ്ങൾ. ഇപ്പോൾ ഞാൻ എന്നും രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുന്നു. ഇത് പറയുമ്പോൾ ഞാൻ ഐ വിൽ ഗെറ്റ് അപ്പ് എന്നല്ല പറയേണ്ടത്. ഐ വേക്ക് അപ്പ് അറ്റ് 4 എവറി മോർണിംഗ്. എന്നും രാവിലെ ഞാൻ 4 മണിക്ക് എഴുന്നേൽക്കാറുണ്ട് എന്നുള്ള അർത്ഥമുണ്ട്, എഴുന്നേൽക്കുന്നു എന്നുള്ള അർത്ഥമുണ്ട്. അതിന് ഈ അർത്ഥം ഇങ്ങനെ തരം തിരിച്ച് പഠിച്ചു വെക്കാനാണ് ഞാൻ പറയുന്നത്. അപ്പം ഞാൻ എഴുതുന്നു, പറയുന്നു, പോകുന്നു, ഈ അർത്ഥത്തിലൊരു കാര്യം പറയണമെങ്കിൽ നമ്മൾ പ്രസൻറ്റ് സിമ്പിൾ ടെൻസിനെ ആശ്രയിക്കണം. അപ്പം നീ എൻ്റെ കൂടെ വരുന്നോ, നീ എഴുതുന്നോ, പോകുന്നോ എന്നൊക്കെ ചോദിക്കണമെങ്കിൽ അപ്പം അത് പ്രസൻറ്റ് സിമ്പിളിൽ ചോദിക്കണം. അപ്പോൾ പ്രസൻറ്റ് സിമ്പിളിൽ ചോദ്യം ചോദിക്കാൻ ഒരു നിയമമുണ്ട്. എന്താണ്? പ്രസൻറ്റ് സിമ്പിളിൽ ചോദ്യം ചോദിക്കണമെങ്കിൽ ഡസ്സോ ഡു ആണ്. ഞാൻ വാട്ടും വേറും വെച്ചിട്ടുള്ള അല്ല പറയുന്നത്, ഡസ്സോ ഡുവോ വെച്ചിട്ടാണ്. ഏകവചനം വരുമ്പോൾ ഡസ് വെക്കണം, ബഹുവചനം വരുമ്പോൾ ഡു വെക്കണം. ഇനി അവൻ ഒരു കത്ത് എഴുതുകയാണ്. അവനൊരു കത്ത് എഴുതുന്നോ എന്ന് എനിക്ക് ചോദിക്കണം. എഴുതുന്നോ എന്നാണ്, എഴുതാറുണ്ടോ എന്നല്ല ഞാനിവിടെ ചോദിക്കുന്നത്. അവനൊരു കത്ത് എഴുതുന്നോ. അപ്പോൾ ഈ എഴുതുന്നോ എന്ന് ചോദിക്കണമെങ്കിൽ ആദ്യം അവനൊരു കത്ത് എഴുതുന്നു എന്ന് നമ്മൾ ഉണ്ടാക്കുക. ആദ്യം അവനൊരു കത്ത് എഴുതുന്നു എന്നുണ്ടാക്കുക, എന്നിട്ട് നമുക്ക് എഴുതുന്നുണ്ടോ എന്ന് ചോദിക്കാം. അപ്പോൾ അവനൊരു കത്ത് എഴുതുന്നുള്ള പ്രസൻറ്റ് സിമ്പിളിൽ ഹി റൈറ്റ്സ് എ ലെറ്റർ. നിങ്ങൾക്ക് ഈ റൈറ്റ് മാറ്റി ഡ്രിങ്ക് എന്ത് വേണമെങ്കിലും ആക്കാം പ്രാക്ടീസിന് വേണ്ടിയിട്ട്. അപ്പോൾ ഹി റൈറ്റ്സ് എ ലെറ്റർ, അവനൊരു കത്ത് എഴുതുന്നു. ഇത് നമുക്ക് ചോദ്യമാക്കി മാറ്റണം. എന്തുകൊണ്ടാണ് ചോദ്യമാക്കി മാറ്റുന്നത്? നമ്മുടെ കൺവെർസേഷൻ മുഴുവൻ ചോദ്യം ഉത്തരങ്ങളാണ്. ഫ്ലുവൻസി എന്ന് പറയുന്നത് ചോദ്യം ചോദിക്കലും ഉത്തരം പറയലുകളാണ്. അപ്പോൾ അതിന് നമുക്ക് കറക്റ്റായിട്ടുള്ള മീനിങ് ആവശ്യമുണ്ട്. ഏതൊക്കെ ടെൻസാണ് എപ്പോഴൊക്കെ ഉപയോഗിക്കാമെന്ന് മനസ്സിലാവണം തരം തിരിച്ച്. അപ്പോൾ അവനൊരു കത്ത് എഴുതുന്നോ എന്ന് നമുക്ക് ചോദിക്കണം. ആദ്യം അതിന് നമ്മൾ ഉത്തരം ഉണ്ടാക്കുക. എളുപ്പമാണ്. ഉത്തരം ഉണ്ടാക്കി കഴിഞ്ഞാൽ ചോദ്യം ചോദിക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഹി റൈറ്റ്സ് എ ലെറ്റർ, അവനൊരു കത്ത് എഴുതുന്നു. ഇനി അവനൊരു കത്ത് എഴുതുന്നു എന്ന് ചോദിക്കണമെങ്കിൽ എന്താ? ഡസ്. അവനാണ്, ഒരാളാണ്, ഏകവചനമാണ്. അപ്പോൾ എന്താണ്? ഡസ് എന്ന് ഉപയോഗിക്കണം. പ്രസൻറ്റ് സിമ്പിളത്തെ കാര്യമാണ് മാത്രമാണ് പറയുന്നത്. ഡസ് ഹി റൈറ്റ് എ ലെറ്റർ, അവനൊരു കത്ത് എഴുതുന്നു. ഇനി ഇതിന് തന്നെ നമ്മൾ നോ ഹി ഡസ് നോട്ട് റൈറ്റ് എ ലെറ്റർ,
അവനൊരു കത്ത് എഴുതുന്നില്ല. ഇനി അവൻ എന്തെഴുതുന്നു? വാട്ട്. അപ്പോൾ എന്തെഴുതുന്നു എന്നുള്ളപ്പോഴും ഹി റൈറ്റ്സ് എ ലെറ്റർ എന്ന് ഉപയോഗിക്കുക. എന്നിട്ട് വാട്ട് വയ്ക്കുക, എന്തെഴുതുന്നു, ഡസ് ചേർക്കുക, ഏകവചനമാണ്. വാട്ട് ഡസ് ഹി റൈറ്റ്? അവന് എന്തെഴുതുന്നു. അപ്പോൾ ഇനി അവൻ എഴുതുന്നുണ്ടോ? ഡസ് ഹി റൈറ്റ്? ഇങ്ങനെയാണ് നമ്മൾ കൺവെർസേഷനിൽ ചോദ്യം. ഇവിടെ 6 വരേണ്ട യാതൊരു കാര്യമില്ല. അവിടെ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്നല്ല നമ്മൾ ചോദിക്കുന്നത്. എഴുതുന്നോ, പറയുന്നോ, പോകുന്നോ, എഴുതാറുണ്ടോ, പറയാറുണ്ടോ, കഴിക്കാറുണ്ടോ? ഈ രീതിയിലുള്ള ചോദ്യം ചോദിക്കുമ്പോൾ ഓർമ്മിക്കുക, പ്രസന്റ് സിമ്പിൾ ഉപയോഗിക്കുക. എഴുതുന്നു, പറയുന്നു. ഇപ്പം ഞാൻ പറയുന്നത്, ഇപ്പം ഞാൻ നിങ്ങളോട് പറയാണ്, പറഞ്ഞുകൊണ്ടിരിക്കുക എന്നല്ല ഞാൻ പറയുന്നത്, ചെറിയ വ്യത്യാസമുണ്ട്. ഞാൻ പറയുന്നത്. അപ്പോൾ എഴുതുക, റൈറ്റ്സ്, ഹി റൈറ്റ്സ്. അവൻ എഴുതുന്നത് വാട്ട് ഹി റൈറ്റ്സ്. അപ്പോൾ ഞാൻ പറയുന്നത് വാട്ട് ഐ സേ. ഈ ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. വാട്ട് ഐ സേ, ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ഒരിക്കലും അല്ല, ഞാൻ പറയുന്നത് എന്നാണ് നിങ്ങളോട് പറയാൻ പറയുന്നത്. വാട്ട് ഐ സേ ഈസ് കറക്റ്റ്. ഞാൻ പറയുന്നത് ശരിയാണ്. അപ്പം നിങ്ങൾ പറയുന്നത് ശരിയാണ്. നമ്മൾ കൺവെർസേഷനിൽ ഡയലോഗ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ പറയുന്നത് ശരിയാണ്. നിങ്ങൾ പറയുന്നത് ശരിയാണ്. നിങ്ങൾ പറഞ്ഞത് ശരിയാണെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ പറയുന്നത് ശരിയാണ്. വ്യത്യാസം ഉണ്ടെന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾ പറയുന്നത് ശരിയാണ്. അപ്പോൾ നിങ്ങൾ പറയുന്നത് വാട്ട് യു സേ. പറയുന്നു എന്നുള്ളത് പ്രസന്റ് സിമ്പിളാണ്. പറയുന്നു, എഴുതുന്നു, പോകുന്നു. അപ്പോൾ നമ്മൾ ഇത് ഉണ്ടാക്കി പറയേണ്ടത് വാട്ട് യു സേ ഈസ് കറക്റ്റ്. നിങ്ങൾ പറയുന്നത് ശരിയാണ്. നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരിയാണ് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇനി നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരിയാണ് എന്നാണ് സത്യത്തിൽ എനിക്ക് പറയേണ്ടതെങ്കിലോ? നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരിയാണെങ്കിൽ വാട്ട് യു ആർ സേയിങ്, യു വന്നതുകൊണ്ട് ആറ് വന്നു, ING ചേർത്തു, സേ എന്നുള്ളതിനോട് കൂടെ ING ചേർത്തു. വാട്ട് യു ആർ സേയിങ് ഈസ് കറക്റ്റ്. നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരിയാണ്. ഇനി അതിനെ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ മാറ്റി. എന്നാൽ ഈ കണ്ടിന്യൂസ് ടെൻസിൽ എന്താണ്? പറഞ്ഞുകൊണ്ടിരിക്കുന്നു, എഴുതിക്കൊണ്ടിരിക്കുന്നു, കേട്ടുകൊണ്ടിരിക്കുന്നു, ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ അർത്ഥം ഇതേപോലെ നിങ്ങൾ പഠിച്ചു വെക്കണം ഫ്ലുവൻസി കൂട്ടണമെങ്കിൽ. എല്ലാ ടെൻസിലും ഉള്ള അർത്ഥം, അതിൻ്റെ എത്ര തരം അർത്ഥമുണ്ടോ ആ അർത്ഥം മുഴുവനും മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ചോദ്യം ചോദിക്കാൻ, കൺവെർസേഷന് ഫ്ലുവൻസി കൂട്ടാൻ നിങ്ങൾക്ക് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല, ഗ്യാരണ്ടിയാണ്. ഇനി എഴുതിക്കൊണ്ടിരിക്കുന്നു, വാട്ട് ഈസ് ഹി റൈറ്റിംഗ്, വാട്ട് ഐ സേ നൗ, ഞാനിപ്പോൾ പറയുന്നത്, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, വാട്ട് ഐ ആം സേയിങ് നൗ, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനെ നമ്മൾക്കിനി പ്രസൻറ്റ് പെർഫെക്റ്റിലേക്ക് ആക്കുമ്പോഴെങ്ങനെയാവും? ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. പ്രസൻറ്റ് പെർഫെക്റ്റിലത്തെ അർത്ഥം വരുന്നത് എഴുതിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്, പോയിട്ടുണ്ട്, എഴുതിയിരിക്കുന്നു, പോയിരിക്കുന്നു, പറഞ്ഞിരിക്കുന്നു, 2 തരത്തിലും പഠിച്ചു വെക്കുക. അപ്പോൾ ഞാനിപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്? ഞാനിപ്പോൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നല്ല, പറയുന്നത് എന്നല്ല. ഞാനിപ്പോൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? പറഞ്ഞു കഴിഞ്ഞു, അധിക സമയമായിട്ടില്ല, പറഞ്ഞിട്ടുണ്ട്, അതുതന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണെന്ന് മനസ്സിലാക്കണം. അതിൽ ചോദ്യം ചോദിക്കാൻ എന്താണ്? ഹാസോ ഹാവോ. വാട്ട് ഹാവ് ഐ സെഡ് നൗ, ഇതാണ് രീതി. വാട്ട് ഹാവ് ഐ സെഡ് നൗ, ഐ വന്നതുകൊണ്ടാണ് ഹാവ്. ഞാനിപ്പോൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഈ ചോദ്യത്തിനെ തന്നെ ഇപ്പം ഞാൻ 3 രീതി അർത്ഥം പഠിക്കാൻ ഞാൻ പറഞ്ഞു. ഞാൻ പറയുന്നത്, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ ചുവട് പിടിച്ച് നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് സെൻറ്റൻസുകൾ ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റും. അത് നിങ്ങൾ എന്ന് ചെയ്യാൻ നിങ്ങൾക്ക് പ്രാപ്തരാകുന്നു, ഫ്ലുവൻസിക്ക് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഇനി അവൻ എന്താ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ചോദിക്കണം. അപ്പോൾ എന്താവും? ഹാവ് പോയിട്ട് ഹാസോ, വാട്ട് ഹാസ് ഹി സെഡ് നൗ. പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് എന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ അത്തരം ചോദ്യങ്ങൾ മലയാളത്തിൽ നിങ്ങൾക്ക് എപ്പോൾ ചോദിക്കണമെങ്കിലും ഹാവോ, ഹാസോ, വാട്ടോ ഇത് ഓർമ്മ വരും. ഇനി ഞാൻ പറഞ്ഞത്, ഞാൻ പറയുന്നത്, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി ഞാൻ പറഞ്ഞത് ജസ്റ്റ് പാസ്റ്റ് സിമ്പിൾ. പാസ്റ്റ് സിമ്പിളിൽ എങ്ങനെ അർത്ഥം വരിക? പറഞ്ഞു, എഴുതി, പോയി, കഴിച്ചോ. ഇപ്പം നീ കഴിച്ചോ എന്ന് ചോദിക്കണം. ഇതെങ്ങനെ പ്രസൻറ്റ് പെർഫെക്റ്റിൽ ഒരു കൺഫ്യൂഷൻ വരാം. പ്രസൻറ്റ് പെർഫെക്റ്റും പാസ്റ്റ് സിമ്പിളുമായിട്ട് അധികം വ്യത്യാസമില്ല. അത് പിന്നീട് ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തരാം. ഇതിന് മുമ്പ് ഒരു വീഡിയോ ഉണ്ടായിരുന്നു, എങ്കിലും ഇപ്പോൾ അതിന് പോകുന്നില്ല, കൺഫ്യൂഷൻ ആവും. അതൊരു വീഡിയോ മുൻപ് ഞാൻ ചെയ്തിട്ടുണ്ട്, അത് ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഇതിൽ ചേർത്ത് തരാം. അപ്പോൾ ഇതിൽ ചോദ്യം ചോദിക്കേണ്ടത് നീ കഴിച്ചോ, എഴുതിയോ, പോയോ എന്നുള്ളതാണ്. കഴിച്ചിട്ടുണ്ടോ എന്നുള്ളതല്ല. ഒരു കാര്യം പരിപൂർണമായിട്ട് കഴിഞ്ഞു. തീർച്ചയായിട്ടും
പൂർണ്ണമായി. അപ്പോൾ അത് ചോദിക്കുമ്പോൾ നമ്മൾ ഡിഡ് വെച്ച് കഴിച്ചോ പോയോ. അപ്പോൾ നമ്മൾ ഓർമ്മിക്കണം ഇത് പാസ്റ്റ് സിമ്പിളിലാണ് ഉപയോഗിക്കേണ്ടത്. അതിലർത്ഥം വരുന്നത് കഴിച്ചോ, പറഞ്ഞോ, പോയോ, എടുത്തോ. അപ്പോൾ നീ ബുക്ക് എടുത്തോ, നീ നിൻ്റെ ബുക്ക് എടുത്തോ. അപ്പോൾ എടുത്തു, എടുക്കുന്നു എന്നല്ല, അത് നമ്മുടെ പ്രസൻറ്റ് സിമ്പിളാണ്. അപ്പോൾ എടുത്തോ, എടുത്തോ. അപ്പോൾ എടുത്തു, ടുക്ക് ചോദ്യം ഉണ്ടാക്കുന്ന രീതി. എടുത്തോ, ഡിഡ്. ആരാണ്? നീ, യു ടുക്ക്, നീ എടുത്തു. ഡിഡ് യു ടേക്ക്, നീ എടുത്തോ. ഡിഡ് യു ടേക്ക് യുവർ ബുക്ക്. ഇതിൻ്റെ നിയമമാണ് വെർബ് ഉപയോഗിച്ചിട്ട് സബ്ജക്റ്റിന് ശേഷം വെർബിൻ്റെ പാസ്റ്റ് രൂപം ഉപയോഗിക്കണം, വെർബിൻ്റെ രണ്ടാമത്തെ രൂപം ഉപയോഗിക്കണം. പാസ്റ്റ് സിമ്പിളിൻ്റെ നിയമമാണ്. സബ്ജക്റ്റ് എഴുതിയതിന് ശേഷം വെർബിൻ്റെ പാസ്റ്റ് രൂപം. സബ്ജക്റ്റ് ഏതോ ആയിക്കോട്ടെ, ഏകവചനോ ബഹുവചനോ ഐ ഓ വിയോ എന്തോ വന്നോട്ടെ, അതിനുശേഷം പാസ്റ്റ് വെർബിൻ്റെ ഉപയോഗിക്കണമെന്ന നിയമമാണ്. ഐ ടുക്ക്, ഹി ടുക്ക്, ഷീ ടുക്ക്, ദേ ടുക്ക്. ആര് വന്നാലും, ഒന്നായാലും രണ്ടായാലും ബഹുവചനായാലും പ്ലൂറലായാലും വെർബിൻ്റെ പാസ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പാസ്റ്റ് സിമ്പിൾ ടെൻസ് ആയി. ഐ ടുക്ക് മൈ പെൻ, ഷീ ടുക്ക് ഹെർ പെൻ, ഹി ടുക്ക് ഹിസ് പെൻസിൽ. അപ്പോൾ ടുക്ക് ആ വെർബിൻ്റെ പാസ്റ്റ് രൂപം. സബ്ജക്റ്റ് ഏതോ ആയിക്കോട്ടെ, ഇവിടെ ആ നിയമമൊന്നും ബാധകമല്ല. സബ്ജക്റ്റ് ഏതായാലും വെർബിൻ്റെ പാസ്റ്റ് ഉപയോഗിച്ച ടെൻസായി. അപ്പോൾ നീ എടുത്തോ, കഴിച്ചോ, നീ പറഞ്ഞോ. നമ്മുടെ ഉദാഹരണം ഇവിടെ നീ പറഞ്ഞോ എന്നുള്ളതാണ്. ഞാൻ പറയുന്നത്, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞാൻ പറഞ്ഞിട്ടുള്ളത്, ഞാൻ പറഞ്ഞത്. നേരിയ വ്യത്യാസമുള്ളൂ. ഞാൻ പറഞ്ഞത്, വാട്ട് ഐ സെറ്റ്. പ്രസന്റ് സിമ്പിളിൽ എന്തായിരുന്നു? വാട്ട് ഐ സേ, ഞാൻ പറയുന്നത് ശരിയാണ്. വാട്ട് ഐ സേ ഈസ് കറക്റ്റ്, ഞാൻ പറയുന്നത് ശരിയാണ്. അപ്പോൾ നീ പറഞ്ഞത് ശരിയാണ് എന്ന് നമ്മൾക്ക് ഒരാളോട് പറയണം. നീ പറഞ്ഞത് ടെൻസിലെ വരിക, പറഞ്ഞു, പാസ്റ്റ് സിമ്പിൾ. അതുതന്നെയാണ് പറഞ്ഞത്. യു സെറ്റ്, നീ പറഞ്ഞു. ഇനി നീ പറഞ്ഞത് വാട്ട് യു സെറ്റ്. വാട്ട് യു സെറ്റ് ഈസ് കറക്റ്റ്. വാട്ട് യു സെറ്റ് ഈസ് കറക്റ്റ്, നീ പറഞ്ഞത് ശരിയാണ്. ഇനി നീ പറഞ്ഞത് ശരിയല്ല, ഒരു നോട്ട് ചേർത്താൽ മതി. വാട്ട് യു സെറ്റ് ഈസ് നോട്ട് കറക്റ്റ്. വാട്ട് യു സെറ്റ് ഈസ് നോട്ട് കറക്റ്റ്. ഈ രീതിയിൽ നിങ്ങളൊരു സെൻറ്റൻസിനെ പ്രസൻറ്റ് സിമ്പിൾ തുടങ്ങി കണ്ടിന്യൂസിൽ, പെർഫെക്റ്റ്, പാസ്റ്റ് സിമ്പിൾ, പാസ്റ്റ് കണ്ടിന്യൂസ്, ഈ രീതിയിൽ ആ സെൻറ്റൻസിനെ തന്നെ നിങ്ങൾ ഇതിന് കൂടെ ഓരോന്നും മാറ്റി കൊണ്ടുവരികയാണെങ്കിൽ ഫ്ലുവൻസി നിങ്ങൾക്ക് കൂടുന്നത് മാത്രമല്ല, ഏത് സന്ദർഭത്തിൽ ഏത് വെച്ചിട്ടാണ് ചോദ്യം ചോദിക്കേണ്ടത് എന്നുള്ള പരിപൂർണമായിട്ടുള്ള ഒരു ധാരണയിലെത്തും. ഇപ്പം ഞാൻ കഴിച്ചു, അവനോട് ചോദിക്കണം നീ കഴിച്ചോ എന്ന് ചോദിക്കണം. ഇതിപ്പോൾ പ്രസൻറ്റ് സിമ്പിളാണോ? പ്രസൻറ്റ് സിമ്പിളിൽ എങ്ങനെ അർത്ഥം വരിക? കഴിക്കുന്നു, പറയുന്നു എന്നാണ്. അപ്പോൾ കഴിക്കുന്നു എന്നല്ലല്ലോ ചോദിക്കേണ്ടത്, കഴിച്ചോ എന്നാണ്. അത് കഴിച്ചു എന്നുള്ളത് ഇതിലാണ് വരുന്നത്. കഴിച്ചു, എഴുതി, പറഞ്ഞു, പാസ്റ്റ് സിമ്പിൾ. അപ്പോൾ പാസ്റ്റ് സിമ്പിളിൽ ചോദ്യം ചോദിക്കണം. പാസ്റ്റ് സിമ്പിളിൽ എങ്ങനെ ചോദ്യം ഉണ്ടാക്കുന്നത്? ഡിഡ് വെച്ചിട്ട്. സബ്ജക്റ്റ് ഏതോ ആയിക്കോട്ടെ, സിംഗുലറോ പ്ലൂറലോ ആയിക്കോട്ടെ, ഡിഡ് വെച്ചിട്ടാണ് ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ നീ കഴിച്ചോ, ഡിഡ് യു ഈറ്റ്. ഭക്ഷണം കഴിച്ചോ എന്നുള്ള വേറെ യൂസേജ് ഉണ്ട്, ഞാനിത് ഇംഗ്ലീഷിൻ്റെ ഗ്രാമറിന് വേണ്ടി പറഞ്ഞതാണ്. ഡിഡ് യു ഈറ്റ്. നീ എടുത്തോ, ഡിഡ് യു ടേക്ക്. നീ പോയോ, ഡിഡ് യു ഗോ. ഈ രീതിയിലാണ് ഫ്ലുവൻസ് കൂട്ടാൻ വേണ്ടി ടെൻസിനെ തരം തിരിച്ച് പഠിക്കേണ്ടത്. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുകയാണ്. എങ്കിലും ഇതിൻ്റെ കണ്ടിന്യൂഷൻ കഴിഞ്ഞിട്ടില്ല. ഇത് ടെൻസ് അവസാനം വരെ ഈ രീതിയിൽ ഞാൻ സെൻറ്റൻസ് അവതരിപ്പിക്കുന്നതാണ്. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കുറച്ച് നല്ല സെൻറ്റൻസുകളും നല്ല യൂസേജുമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കൺവെർസേഷൻ ഉപയോഗിക്കാൻ പറ്റുന്നതുമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.